ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 10-ാം അധ്യായം. തോല 23 വർഷം അബീമേലെക്കിന് ശേഷം ഇസ്രായേലിന് ന്യായപാലനം നടത്തി. തോലയ്ക്ക് ശേഷം യായർ 22 വർഷവും ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു. യായറിൻ്റെ കാലശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിനെ മറന്നു അന്യദേവന്മാരെ ആരാധിച്ചു. ദൈവം അവരെ വിജാതിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവർ ഇസ്രായേലിനെ കഠിനമായി പീഡിപ്പിച്ചു. ഇസ്രായേൽ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്നും നീക്കം ചെയ്തു. അവർ കർത്താവിനോട് നിലവിളിച്ചു. അവിടുന്ന് അവരോട് ക്ഷമിച്ചു. ജപ്തയെ ന്യായാധിപനായി നിയമിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ 10 അധ്യായങ്ങളിലും ഇസ്രായേൽ ജനം കർത്താവിനെ മറന്നു അന്യദേവന്മാരെ ആരാധിക്കുകയും അവസാനം പീഡിതരാക്കപ്പെടുമ്പോൾ കർത്താവിനോട് നിലവിളിക്കുകയും ചെയ്യുന്നതും കാണുകയും കർത്താവ് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നത് കാണുന്നു. മനുഷ്യരുടെ ബലഹീനതയും നന്ദികേടും ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും നമുക്ക് ഈ അധ്യായങ്ങളിൽ നിന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യോത്തരം നോക്കാം. യഹൂദ പാരമ്പര്യമനുസരിച്ച് ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? സാമുവേൽ. ന്യായാധിപന്മാർ 10-ാം അധ്യായത്തിൽ എത്ര ശീർഷകമുണ്ട്? 3 ശീർഷകം. തോല, യായീർ, ജപ്ത. അബീമേലെക്കിന് ശേഷം ഇസ്രായേലിനെ നയിക്കാൻ ആരാണ് നിയുക്തനായത്? തോല. വാക്യം 10:1. ആരാണ് തോലയുടെ പിതാവ്? പൂവ. പൂവ ആരുടെ പുത്രനാണ്? ദോദോ. ഏതാണ് തോലയുടെ ഗോത്രം? ഇസഹാക്കർ. എവിടെയാണ് തോല ജീവിച്ചത്? എബ്രീം മലനാട്ടിൽ, ഷമീറിൽ. തോല എത്ര വർഷം ഇസ്രായേലിനെ നയിച്ചു? 23 വർഷം. തോലയെ എവിടെയാണ് അടക്കം ചെയ്തത്? ഷമീറിൽ. 23 വർഷം ഇസ്രായേലിനെ നയിച്ച തോലയെക്കുറിച്ച് ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ എത്ര വാക്യമുണ്ട്? 2 വാക്യം. ശരിക്കും പറഞ്ഞാൽ ശാന്തനായ ഒരു ഭരണാധികാരിയായിരുന്നു തോല. തോലയ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിന് ന്യായപാലനം നടത്തിയത്? യായീർ. വാക്യം 10:3. യായീർ എത്ര വർഷം ഇസ്രായേലിനെ നയിച്ചു? 22 വർഷം. വാക്യം 10:3. യായീർ ഏത് ദേശക്കാരനാണ്? ഹീലാദ്. യായീറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 30. ഹീലാദ് ദേശത്തെ ഹാമോണിൽ യായീർ എന്ന് അറിയപ്പെടുന്ന പട്ടണം ആരുടേതാണ്? യായീറിൻ്റെ. വാക്യം 10:4. യായീറിനെ അടക്കിയത് എവിടെയാണ്? ഹാമോനിൽ. യായീറിന് 30 പുത്രന്മാരും അവർക്ക് സഞ്ചരിക്കാൻ എന്താണ് ഉണ്ടായിരുന്നത്? 30 കുതിരകളും. യായീറിന് ശേഷം ആരാണ് ഇസ്രായേലിനെ നയിച്ചത്? ജപ്ത. ഇസ്രായേൽ വീണ്ടും കർത്താവിനെ മറന്നു എന്തു ചെയ്തു? അന്യദേവന്മാരെ ആരാധിച്ചു. ഏതാണ് ഇസ്രായേൽ ആരാധിച്ച അന്യദേവന്മാർ? ബാൽ ദേവന്മാരും അസോദർ ദേവതകളെയും. ഇസ്രായേൽ എല്ലാം ദേശത്തെ ദേവന്മാരെ ആരാധിച്ചു? സിറീം, സദോൻ, മെഹബ്, അമോൺ, മിലുസ്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെ. ആരാണ് കർത്താവിനെ ത്യജിക്കുകയും അവിടുത്തെ ആരാധിക്കാതെ ഇരിക്കുകയും ചെയ്തത്? ഇസ്രായേൽക്കാർ. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. കർത്താവ് അവരെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഫിലിസ്ത്യർക്കും അമേന്യർക്കും. ജോർദാൻ അക്കരെയുള്ള അമേന്യരുടെ സ്ഥലം ഹീലാദ്. ഹീലാദിൽ താമസിച്ചിരുന്ന ഇസ്രായേൽക്കാർ മുഴുവൻ ആരാണ് കഠിനമായി പീഡിപ്പിച്ചത്? അമേന്യർ. അമേന്യർ എത്ര വർഷം ഇസ്രായേലിനെ പീഡിപ്പിച്ചു? 18 വർഷം. അമേന്യർ ജോർദാൻ കടന്ന് എല്ലാം ഗോത്രങ്ങളാണ് യുദ്ധം ചെയ്തത്? യൂദ, ബെഞ്ചമിൻ, എബ്രീം. യുദ്ധക്കെടുതിയിൽ ഇസ്രായേൽ എന്തു സംഭവിച്ചു? അവർ വളരെയേറെ ക്ലേശിച്ചു. ഇസ്രായേൽ എന്തു ചെയ്തു? കർത്താവിനെ നിലവിളിച്ചു. വാക്യം 10:10. ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാൽ ദേവനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു. ആരാണ് ഇങ്ങനെ പറഞ്ഞ് നിലവിളിച്ചത്? ഇസ്രായേൽക്കാർ. കർത്താവ് എന്താണ് ഇസ്രായേൽ ജനത്തോട് ചോദിച്ചത്?
ഈജിപ്തുകാർ, അമേന്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചു. ഹീഥ്യോൻ, അമേന്യർ, അമലേക്യർ ഇവരെല്ലാം ആരെയാണ് പീഡിപ്പിച്ചത്? ഇസ്രായേൽ ജനത്തെ. സകല പീഡിതരുടെയും കൈകളിൽ നിന്നും കർത്താവ് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു. എന്നാലും അവർ കർത്താവിനെ മറന്നു അന്യദേവന്മാരെ ആരാധിച്ചു. അതുകൊണ്ട് കർത്താവ് എന്താണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. വാക്യം 10:13. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ആരോട് നിലവിളിക്കാനാണ് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട്. 10:14. ഇസ്രായേൽ എന്താണ് കർത്താവിനോട് മറുപടി പറഞ്ഞത്? ഞങ്ങൾ പാപം ചെയ്തു പോയി, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. വാക്യം 10:15. ഇസ്രായേൽ അന്യദേവന്മാരെ എന്തു ചെയ്തു? താങ്കളുടെ ഇടയിൽ നിന്നും നീക്കം ചെയ്തു. വാക്യം 10:16. ആരാണ് യുദ്ധത്തിന് ഒരുങ്ങി ഹീലാദിൽ താവളമടിച്ചത്? അമേന്യർ. വാക്യം 10:17. ഇസ്രായേൽ ജനം ഒന്നു ചേർന്ന് എവിടെയാണ് താവളമടിച്ചത്? മിസ്പായിൽ. വാക്യം 10:18. അമേന്യർ യുദ്ധം ആരംഭിച്ചത് ആരോടാണ്? അവസാനിപ്പിക്കുന്നതും ആ സ്ഥലം നിങ്ങൾക്ക് അധീനമായിരിക്കുമെന്ന് ദേശം ആയിരിക്കുമെന്ന് പറഞ്ഞത്? ഹീലാദ്. 10-ാം അധ്യായത്തിൽ എത്ര വാക്യമുണ്ട്? 18 വാക്യം. ഹീലാദ് ദേശത്തെ ശക്തനായ സേനാനി ആരായിരുന്നു? ജെഫ്ത. താങ്ക്സ് ഫോർ വാച്ചിങ്. തുടരും.